പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് എ കീ ഫിനാൻഷ്യൽ മെട്രിക്സ്. ഇതൊരു കീ ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ടു ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊജക്റ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിലെ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ് IRR. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൾ ക്യാഷ് ഫ്ലോ ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ 0. ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ 0 ആകുന്ന സമയത്തുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൾ ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ട് റേറ്റിൻ്റെ ബേസിലാണ് ഇത് മെഷർ ചെയ്യാറുള്ളത്. ഇൻ സിംപ്ലർ ടൈം, IRR ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ഓവർ ഈസ് ലൈഫ് സ്പാൻ. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ലൈഫ് സ്പാനിൽ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എത്ര ജനറേറ്റ് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര റിട്ടേൺ പ്രോഫിറ്റ് ചെയ്യും, അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ മെഷർ ചെയ്യുന്നതിന് എന്താ പറയുക, IRR. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ്. അതിൽ നിന്ന് ഈ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓവർ ഈസ് ലൈഫ് സ്പാൻ. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. ദ IRR ഈസ് കാൽക്കുലേറ്റഡ് ബൈ സെറ്റിംഗ് ദ NPV ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ ഈക്വൽ ടു 0. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ ഈക്വൽ ടു 0 ആക്കിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് സോൾവിങ് ഫോർ ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് അച്ചീവ് ദിസ് കണ്ടീഷൻ. And solving for the discount rate that achieve this condition. Mathematically, it involves finding the rate of return that is equal to NPV is equal to sigma CFT divided by 1 plus R പവർ T. നമ്മൾ നേരത്തെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ മെഷർ ചെയ്ത സാധനം തന്നെയാണ്, പക്ഷേ ഇത് സിഗ്മ ഇട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഇത് സിഗ്മ വെച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഈക്വൽ ടു 0 ആക്കിയിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത് എന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CF1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R പവർ 1 പ്ലസ് CF2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R പവർ സ്ക്വയർ എന്ന് നമ്മൾ NPVയിൽ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അത് അതോ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള സിഗ്മയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ NPV is equal to നെറ്റ് പ്രസൻറ്റ് വാല്യൂ, CFT is equal to ക്യാഷ് ഫ്ലോ അറ്റ് ടൈം പീരിയഡ് T, R is equal to ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ R എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരിയഡ് ഓവർ വിച്ച് ക്യാഷ് ഫ്ലോ ആർ കൺസിഡേർഡ്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പറയുന്നത്. ഇഫ് ദ കാൽക്കുലേറ്റഡ് IRR ഈസ് ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. കാൽക്കുലേറ്റഡ് IRR റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് റേറ്റ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിക്വയർഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെ നമ്മൾ അഡൽ റേറ്റ് എന്ന് പറയും. ഈ അഡൽ റേറ്റിനെക്കാട്ടിയും കൂടുതൽ IRR വരികയാണ് ഇൻ ദ കമ്പനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ or the company cost. It suggests that investment is expected to generate return higher than the minimum required return. മിനിമം റിക്വയർഡ് റിട്ടേണിനെക്കാട്ടിൽ കൂടുതലാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻ ദിസ് കേസ് പ്രൊജക്റ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ആക്സെപ്റ്റബിൾ. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ പറയുന്നത് IRRൻ്റെ വാല്യൂ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, അതിൽ നിന്ന് മിനിമം റിക്വയർഡ് റിട്ടേണിനെക്കാട്ടി കൂടുതലാണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇഫ് ദ IRR ഈസ് ലോവർ ദാൻ ദ അഡൽ റേറ്റിനെക്കാട്ടിലും കുറവാണ് IRR എങ്കിൽ പ്രൊജക്റ്റ് മേ നോട്ട് മീറ്റ് കമ്പനീസ് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ. ഈ പ്രൊജക്റ്റ് എന്നില്ല കമ്പനിയുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നില്ല. മേ ബി കൺസിഡർഡ് ലെസ് അട്രാക്റ്റീവ്, ഈവൻ റിജക്റ്റഡ്. അതുകൊണ്ട് തന്നെ അത് ലെസ് അട്രാക്റ്റീവാണ്, ചിലപ്പോൾ അത് ഈവൻ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അഡൽ റേറ്റ് നമ്മളൊരു അതിൽ നിന്നൊരു പ്രതീക്ഷിക്കുന്നൊരു റിട്ടേൺ ഉണ്ടല്ലോ, എക്സ്പെക്റ്റ് ചെയ്യുന്ന അതിൽ നിന്ന് മിനിമം കിട്ടേണ്ട അതിനെ എന്താ പറയുക, ഹഡൽ റേറ്റ് എന്ന് പറയാം. കീ കൺസിഡറേഷൻ ഓഫ് IRR അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ സം കേസ് എസ്പെഷ്യലി വിത്ത് അൺകൺവെൻഷണൽ ക്യാഷ് ഫ്ലോ പാറ്റേൺ, അൺകൺവെൻഷണൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ പാറ്റേൺ പ്രകാരം IRR കാൽക്കുലേഷൻ മേ yield മൾട്ടിപ്പിൾ സൊല്യൂഷൻ നോ റിയൽ സൊല്യൂഷൻ. ചില കേസിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഒന്നിലധികം സൊല്യൂഷൻ, ചിലപ്പോൾ റിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ടത് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എടുക്കണം. ചില കേസിൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അൺകൺവെൻഷണൽ ക്യാഷ് ഫ്ലോൻ്റെ ബേസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആ സമയത്ത് നമ്മൾ മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എടുക്കേണ്ടത് മെഷർ ചെയ്യാൻ. അതെന്താണ് അടുത്ത ഇതിൽ പറയുന്നുണ്ട്.
Comparison with the hurdle rate. The comparison between IRR, the company hurdle rate is crucial. Comparison between IRR, അതിൽ hurdle rate വളരെ crucial. The hurdle rate represents the minimum rate of return required by investors, the cost of capital for the company. ഈ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് റിക്വയർഡ് ചെയ്യേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുക ഹഡിൽ റേറ്റ് എന്ന് പറയുക. പ്രൊജക്റ്റ് വിത്ത് IRR ഹയർ ദാൻ ദ ഹഡിൽ റേറ്റ്. IRR ഹയർ ദാൻ ദ ഹഡിൽ റേറ്റ്. ഒരു പ്രൊജക്റ്റ് വിത്ത് IRR എന്താണ് ഹഡിൽ റേറ്റിനാണ്ടി കൂടുതലാണ്. ഇറ്റ് ഈസ് ജനറലി പ്രിഫേർഡ് ദേ ക്രിയേറ്റ് വാല്യൂ ഓഫ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്. IRR എന്താണ് ഹഡിൽ റേറ്റിനാണ്ടി കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഫ്ലോ കൺസിസ്റ്റൻസി. IRR അനാലിസിസ് അസ്യൂം ദാറ്റ് ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ റീഇൻവെസ്റ്റഡ് അറ്റ് സെയിം റേറ്റ് ആസ് ദ IRR ഇറ്റ് സെൽഫ്. എന്ത് ചെയ്യാൻ പറ്റും? IRR അനാലിസിസിൽ നമ്മൾ അസ്യൂം ചെയ്യും ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ ആർ റീഇൻവെസ്റ്റഡ്, അത് വീണ്ടും ഇൻവെസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് ഓഫ് IRR ഇറ്റ് സെൽഫ്. ഇൻ റിയാലിറ്റി ദിസ് മെ നോട്ട് ആൾവേസ് ബി ദ കേസ്, എസ്പെഷ്യലി ഫോർ പ്രൊജക്റ്റ് വിത്ത് വെരി റിസ്ക് പ്രൊഫൈൽ ഓർ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതെപ്പോഴും റിയൽ ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് റിസ്ക് പ്രൊഫൈലായിട്ടുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് സിനാരിയോ ടെസ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് അസംഷൻ ഓൺ IRR. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉണ്ട്, സിനാരിയോ ടെസ്റ്റിംഗ് നോക്കുന്നുണ്ട്. ഇതൊക്കെ റിസ്ക് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ ഇതിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഈ രണ്ട് കേസിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് അസംഷൻ ഓഫ് IRRൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഡിസിഷൻ റൂൾ വിത്ത് IRR. ഇതിൻ്റെ ഡിസിഷൻ റൂളാണ് പറയുന്നത്. ജനറലി പ്രൊജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് IRR ഈസ് ഹയർ ദാൻ ദ കമ്പനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ കൺസിഡേർഡ് വർത്ത് വൈൽ ആൻഡ് മേ ബി ആക്സെപ്റ്റഡ്. കമ്പനീൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതൽ IRR വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ്. ദേ ആർ എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് റിട്ടേൺ ദാറ്റ് എക്സീഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് എക്സ്പെക്റ്റഡ് ജനറേറ്റ് റിട്ടേൺ എന്തായിരിക്കും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതലായിരിക്കും. വെൻ കമ്പയറിങ് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, ചിലപ്പം ഒന്നിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്ഷൻ ഉണ്ടാവും. ആ കേസിൽ ഹയസ്റ്റ് IRR ഉള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. ഹയസ്റ്റ് IRR ഉള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹയർ പൊട്ടൻഷ്യൽ ഫോർ ജനറേറ്റ് അട്രാക്റ്റീവ് റിട്ടേൺ. ഇതിലെന്താണ് ഹയർ പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺ ഇതിലുണ്ട് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Limitation of IRR. IRR does not explicitly consider the scale of investment project size. Two projects with different investment amount but similar IRR may have significantly different NPV or profitability. IRR does not explicitly consider the scale of investment or project size. ഇതിലെന്തില്ല പ്രൊജക്റ്റിൻ്റെ സൈസോ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. It assume that all cash flow are reinvested at the same rate as the IRR, which may not reflect real world reinvestment opportunity accurately. ഇതിൽ പറയുന്നുണ്ട് IRRൽ റീഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് റിയൽ വേൾഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അക്യുറേറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. IRR may not provide clear decision. ഇതെന്ത് ക്ലിയർ ഡിസിഷൻ തരുന്നത് വെൻ കമ്പയറിങ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് റിയലായിട്ടുള്ള ഒരു ക്ലിയർ ഡിസിഷൻ തരുന്നില്ല വിത്ത് ഡിഫറെൻറ്റ് ക്യാഷ് ഫ്ലോ പാറ്റേൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സോൺ. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ്റെ ബേസിലാണെങ്കിലും IRR റിമെയിൻ വാല്യുബിൾ ടൂൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷൻ. ഇത് IRR എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷനിലെ ഒരു വാല്യുബിൾ ടൂളാണ്. ഹെൽപ്പിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അസസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓർ പൊട്ടൻഷ്യൽ റിട്ടേണും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ റിട്ടേൺ അസസ് ചെയ്യുന്നതിനുള്ള വലിയൊരു മികച്ച ഒരു ടൂളാണ്. ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ അലോക്കേഷൻ ആൻഡ് പ്രൊജക്റ്റ് സെലക്ഷൻ. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ഇൻഫർമേഷൻ ചെയ്യുന്നുണ്ട് ഡിസിഷൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ അലോക്കേഷനിലും പ്രൊജക്റ്റ് സെലക്ഷനിലും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് IRRൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തത് മോഡിഫൈഡ് IRR ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേരിയൻറ്റ് ഓഫ് ദ ട്രഡീഷണൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെട്രിക് യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഇവാലുവേറ്റ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഒരു വേരിയൻ്റാണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ IRRൽ അസ്യൂം ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ അറ്റ് ദ IRR ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRR അസ്യൂം ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് IRR റേറ്റിലാണ്. എന്നാൽ അതിലുള്ള ചെറിയ ലിമിറ്റേഷൻ പ്രകാരമാണ് പുതിയൊരു വന്നതാണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ.
ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് IRR, കാൽക്കുലേഷൻ ഓഫ് MIRR. അൺലൈക്ക് IRR വിച്ച് അസ്യൂം റീഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ IRR റേറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് IRR റേറ്റിലാണ് ഇത് അസ്യൂം ചെയ്യുന്നത്. എന്നാൽ MIRR റീഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് റേറ്റ് ഫോർ ക്യാഷ് ഫ്ലോസിലാണ്, റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് IRR റേറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ ക്യാഷ് ഫ്ലോ MIRRൽ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് 1 പറയുന്നത്, സ്റ്റെപ്പ് 1 ഫ്യൂച്ചർ വാല്യൂ ഇസ് എ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൾ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. എന്താണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്? ഇൻഫ്ലോ, ഇങ്ങോട്ട് വരുന്നത്, റിട്ടേൺ ആയിട്ട് വരുന്നത്, അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ മെഷർ ചെയ്യാം യൂസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് പ്രകാരമാണ് ഇത് മെഷർ ചെയ്യുന്നത്. രണ്ടാമത്തത് പ്രസൻറ്റ് വാല്യൂ ഓഫ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ മെഷർ ചെയ്യുക. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് എന്ത്? ഇൻഫ്ലോ എന്ന് പറയുക. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അങ്ങോട്ട് ലഭിക്കും. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഇനി അതർ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ അറ്റ് ദ ഫിനാൻസിങ് കോസ്റ്റ് റേറ്റ്, അത് ഫിനാൻഷ്യൽ കോസ്റ്റ് റേറ്റിലാണ് മെഷർ ചെയ്യാൻ ബാക്ക് ടു ദ പ്രസൻറ്റ് വാല്യൂ. ഫൈനലി MIRR കാൽക്കുലേറ്റ് ദ റേറ്റ് ദാറ്റ് ഇക്വറ്റ് PV ഓഫ് ഔട്ട്ഫ്ലോ ടു ദ FV ഓഫ് ഇൻഫ്ലോ യൂസിങ് ദ ഫോർമുല. ഇത് മെഷർ ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോൻ്റെയും ബേസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. MIRR is equal to FV ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ PV പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഓൾ പവർ 1/n - 1. ഓക്കെ, റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, RF ഫിനാൻസിങ് കോസ്റ്റ് റേറ്റ് ഓഫ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ n നമ്പർ ഓഫ് പീരിയഡ്. ഓക്കെ, MIRR അഡ്രസ് പൊട്ടൻഷ്യൽ ഫ്ലോ ഓഫ് IRR. ഇത് MIRR എന്ത് ചെയ്യുന്ന IRRൻ്റെ പൊട്ടൻഷ്യൽ ഫ്ലോസ് അഡ്രസ് ചെയ്യുക, എസ്പെഷ്യലി വെൻ ഡീലിംഗ് വിത്ത് ദ അൺകൺവെൻഷണൽ ക്യാഷ് ഫ്ലോ പാറ്റേൺ ഓർ സിറ്റുവേഷൻ വെർ ക്യാഷ് ഇൻഫ്ലോസ് കനോട്ട് റിയലിസ്റ്റിക്കലി ബി റീഇൻവെസ്റ്റഡ് അറ്റ് IRR റേറ്റ്. ഈ IRR റേറ്റിലാണ് IRRൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. അത് നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്ലോ അല്ല. ഇത് പ്രൊവൈഡ് എ മോർ അക്യുറേറ്റ് മെഷർ ഓഫ് ദ ആക്ടർ റിട്ടേൺ ഏൺഡ് ഓൺ ദ ഇൻവെസ്റ്റഡ് ക്യാഷ് ഫ്ലോ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് പ്രൊജക്റ്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. ഇതൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ്. ഇതിൽ ആക്ടർ റിട്ടേൺ ഏൺഡ് ഓൺ ദ റീഇൻവെസ്റ്റഡ് ക്യാഷ് ഫ്ലോ, ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് പ്രൊജക്റ്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. ഇതിൽ ഇൻഫ്ലോയും നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും എടുക്കുന്നുണ്ട്. MIRR കൺസിഡർ ബോത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് കൺസിഡർ ചെയ്യുന്നത്, ഓഫറിംഗ് മോർ കോംപ്രഹെൻസീവ് വ്യൂ ഓഫ് പ്രൊജക്റ്റ് profitability. Comparison with IRR. In case where cash flow can be reinvested at a significantly different rate than IRR, ഇത് എന്ന് പറയുന്നത് റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഒരു ഡിഫറെൻറ്റ് റേറ്റാണ്. IRRൽ ഇതിൽ എന്താണുള്ളത്? IRR റേറ്റാണ്. ഇതിലെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റാണ് എടുക്കുന്നത്. IRR ജനറേറ്റ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. MIRR ക്യാൻ പ്രൊവൈഡ് ക്ലിയർ അസസ്മെൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ട്രൂ റിട്ടേണിൻ്റെ ഒരു ക്ലിയർ അസസ്മെൻറ്റ് MIRR തരും. MIRR ഓഫൺ യൂസ്ഡ് അലോങ് സൈഡ് IRR ആൻഡ് അതർ മെട്രിക്സ് ടു ഗെയിൻ മോർ നൗൺസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ അലോക്കേഷൻ. ഓക്കെ, ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ MIRR തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസിഷൻ റോൾ വിത്ത് IRR സിമിലർ ടു IRR. ഹയർ MIRR ഇൻഡിക്കേറ്റ് പൊട്ടൻഷ്യലി മോർ അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. MIRR ഏറ്റവും ഹയർ ഉള്ളത് എന്താണ്? പൊട്ടൻഷ്യലി മോർ അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇറ്റ് റിഫ്ലക്റ്റ് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ റിയലിസ്റ്റിക് റീഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് അസംഷൻ. ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ്. IRR ഹയറായി, MIRR ഹയറായി കഴിഞ്ഞാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ റിയലിസ്റ്റിക് റീഇൻവെസ്റ്റ്മെൻറ്റ്, അത് കൺസിഡർ ചെയ്യുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് അസംഷൻ. വെൻ കമ്പയറിംഗ് മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്, ദ വൺ വിത്ത് ഹയസ്റ്റ് MIRR മേ ബി പ്രിഫേർഡ് അസ്യൂമിങ് ആൾ അതർ ഫാക്ടേഴ്സ് ആർ ഈക്വൽ. ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ MIRR ഹയസ്റ്റ് ഉള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഇൻ സമ്മറി ആയിട്ട് പറയുമ്പോൾ മോഡിഫൈഡ് ഇന്നർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് യൂസ്ഫുൾ ഫിനാൻഷ്യൽ മെട്രിക്സ് ദാറ്റ് അഡ്ജസ്റ്റ് ഷോർട്ട് കമ്മിങ് ഓഫ് ട്രഡീഷണൽ IRR അനാലിസിസ്. ട്രഡീഷണൽ IRR അനാലിസിസിലുള്ള ഷോർട്ട് കമ്മിയിൽ നിന്ന് കടന്നു വന്നതാണ് ഒരു MIRR. ഇത് ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പ്രൊവൈഡ് മോർ അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ബൈ കൺസിഡറിംഗ് റിയലിസ്റ്റിക് റീഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് റേറ്റ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അക്യുറേറ്റ് റെപ്രസെൻറ്റേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിൻ്റെ. അതിൽ ബൈ കൺസിഡറിങ് റിയലിസ്റ്റിക് റീഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് റേറ്റ്. It is particularly valuable in complex investment scenario where IRR alone may not provide a clear decision criterion. ഇതൊരു കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഡിസിഷൻ തരും. IRR മാത്രം എന്തെങ്കിലും ഒരു ക്ലിയർ കട്ട് ഡിസിഷൻ തരുന്നില്ല. ഓക്കെ, ഇതിൽ നിന്ന് മോഡിഫൈഡ് IRR മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മോഡിഫൈഡും IRRും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മോഡിഫൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിലാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്നാൽ IRRൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് IRR റേറ്റിലാണ് എടുക്കുന്നത് എന്നതാണ്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.